ഫ്രണ്ട്സ്, വെൽക്കം ടു വിനെക്സൽ ടെക്നോളജി. നമ്മളിന്ന് നമ്മുടെ ചാനലിൽ കൂടെ പരിചയപ്പെടാൻ പോകുന്നത് നമ്മളിന്നൊരു പുതിയ ടോപ്പിക്ക് പുതിയൊരു സെഷനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ടോപ്പിക്കിന്റെ ഹെഡിങ് കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണും. നമ്മൾ ഇതുവരെ നമ്മുടെ ചാനലിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന ടോപ്പിക്കിനെ പറ്റി നമ്മൾ ക്ലാസ് എടുത്തിട്ടില്ല. അപ്പൊ നമുക്ക് അതൊന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ അതിന്റെ ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ ഒരു എവല്യൂഷൻ ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എങ്ങനെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ ഇപ്പം ഈ കുറച്ച് നാളുകളായിട്ടായിരിക്കണം നമ്മൾ ആ ടൈം അധികവും കേട്ടിട്ടുണ്ടാവുക. പക്ഷെ നമ്മൾ കേൾക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളത് വളരെയധികം യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ വളരെയധികം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെയാ അത് നമ്മുടെ ഇടയിലേക്ക് വന്നത്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ആ ടെക്നോളജി നമ്മുടെ ഇടയിലേക്ക് എങ്ങനെയാ വന്നത് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മൾ പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്നറിയില്ല. പണ്ട് യുഗങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ തുടക്കം എന്ന പോലെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന ടേം വന്നില്ലെങ്കിലും അതിന്റെ തുടക്കം എന്ന പോലെ നമ്മുടെ പൂർവികരുടെ ഇടയിൽ യുഗാന്തങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ വന്നെന്നാണ് പറയുന്നത്. അത് ഞാനിപ്പോ ഒരു റെഫർ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയതാണ്. ഗ്രീക്ക് മെത്തോളജി പ്രകാരം ടാലോസ് എന്ന് പറഞ്ഞ ഒരു യന്ത്ര മനുഷ്യനെ അവർ ഉണ്ടാക്കിയിരുന്നു. അവരുടെ ഏതോ ഒരു ഐലൻഡിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി നമുക്ക് ആ സമയത്ത് കുറെ ഗോഡുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഹെഫോസ്റ്റസ് എന്ന് പറഞ്ഞ ഗോഡ് ഒരു ടാലോസ് എന്ന ഒരു യന്ത്ര മനുഷ്യനെ ക്രിയേറ്റ് ചെയ്തിരുന്നു അവരുടെ ഒരു ഐലൻഡിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു കഥ എവിടെയോ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ നമ്മള് ഇയർ വെച്ച് പറയുമ്പോ നമ്മള് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് ആദ്യമായിട്ട് പറയുന്നത് 1950-ലാണ്. 1950-ല് അലൻ ട്യൂറിംഗ് എന്ന് പറഞ്ഞ ഒരു നമ്മുടെ ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ അനലിസ്റ്റ് ഒരു പേപ്പർ പബ്ലിഷ് ചെയ്തു. അതായത് ആ പേപ്പറിൽ പറഞ്ഞത് എന്തെന്നറിയോ, നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു പോസിബിലിറ്റി, അതിന്റെ ഒരു സാധ്യതയെ കുറിച്ചാണ് ആ പേപ്പറിൽ പറഞ്ഞു വെക്കുന്നത്. അദ്ദേഹം അത് പറഞ്ഞു വെക്കുക മാത്രമല്ല ചെയ്തത്, അദ്ദേഹം ഒരു ടെസ്റ്റ് നടത്തിയ ടെസ്റ്റ് ട്യൂറിംഗ് ടെസ്റ്റ് എന്നാണ് പറയുന്നത്. അദ്ദേഹം ആ ടെസ്റ്റ് വെച്ച് തന്നെ നോക്കി നമ്മുടെ യന്ത്രമനുഷ്യൻ എന്നല്ല, കമ്പ്യൂട്ടറിന് നമുക്ക് മനുഷ്യനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ മനുഷ്യനെ പോലെ ചിന്തിക്കാൻ പറ്റുമോ, അദ്ദേഹം അത് അങ്ങനെ ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കി. അങ്ങനെ ആ വർഷം അങ്ങനെ കടന്നുപോയി. അങ്ങനെ 1951 ആയി. അപ്പോൾ ക്രിസ്റ്റഫർ സ്റ്റാക്കി എന്ന് പറഞ്ഞ ഒരു കമ്പ്യൂട്ടർ ടെക്നോളജി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയർ, അദ്ദേഹം നമ്മുടെ മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റി വെച്ച് ഒരു സ്റ്റഡി പോലെയോ അല്ലെങ്കിൽ ഒരു ക്രിയേഷൻ പോലെയോ അദ്ദേഹം ഒരു ഗെയിം ഡെവലപ്പ് ചെയ്തു. ഗെയിം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, പണ്ട് കാലത്ത് നമ്മള് ഗെയിം കളിക്കുമ്പോൾ അതായത് ക്യാരംസ്, പണ്ടത്തെ ടച്ച് പാഡ് ഫോണാണ്, കീപാഡ് ഫോൺസ്. അതിൽ കീപാഡ് ഫോൺസിൽ നമുക്ക് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ 1 പ്ലെയർ വേണോ 2 പ്ലെയർ വേണോ ചോദിക്കുന്നതിന് ഇതുണ്ടായിരുന്നല്ലോ. അപ്പൊ ഒരു പ്ലെയർ നമ്മുടെ ഫോണുമായിട്ട് കളിക്കുമായിരുന്നു. അങ്ങനത്തെ ഒരു ഗെയിം ആണ് അദ്ദേഹം ഡെവലപ്പ് ചെയ്തെടുത്തത്. പക്ഷെ അവിടെ ഒന്നും നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നൊരു പേര് പറയുന്നുണ്ടായില്ല. ജസ്റ്റ് അവരിങ്ങനെ എന്താ ചെയ്യുന്നു, അവരുടെ ഭാഗമായിട്ട് എന്തൊക്കെയോ ചെയ്യുന്നു എന്നല്ല, ആ പേര് അവിടെ വന്നില്ല. അങ്ങനെ വർഷങ്ങൾ പിന്നീട് വീണ്ടും കടന്നുപോയി. അങ്ങനെ 1956 ആയി. നമ്മൾ ആ പേരെടുത്ത് അങ്ങനെ പറയുന്നില്ലെങ്കിലും പിന്നെയും പഠനങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ടായിരുന്നു പല സ്ഥലങ്ങളിലായി. അങ്ങനെ 1956-ല് ജോൺ മക്കാർത്തി എന്ന് പറഞ്ഞ ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ ഒരു ഡാർട്ട്മൗത്ത് കോൺഫറൻസിൽ വെച്ച് അദ്ദേഹം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നൊരു പേര് രൂപപ്പെടുത്തിയെടുത്തു. അതായത് ആ പേര് അദ്ദേഹം അവിടെ അനൗൺസ് ചെയ്തു. ഈ ടെക്നോളജിയെ അദ്ദേഹം ആ പേര് കൊടുത്ത് അവിടെ അനലൈസ് ചെയ്ത് വെച്ചു. അത് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ലൈഫിൽ തന്നെ അതൊരു ഇമ്പോർട്ടന്റ് ഇയർ ആയിട്ട് മാറി 1956. അങ്ങനെ അവിടെ അതിനെപ്പറ്റി ഇങ്ങനെ പേപ്പർ പ്രസന്റ് ചെയ്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ആ പേര് കൊണ്ടുവന്നു, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പേര് കൊണ്ടുവന്നു. ഏറ്റവും അത്ഭുതകരമായി തോന്നുന്നത് 1959-ല് MIT AI ലാബ് എന്ന ലാബ് വന്നു. ആ ലാബ് ഇപ്പോഴും AI-ക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതാണ് സത്യം. അതായത് നമ്മുടെ ഈ കാലഘട്ടത്തിലും ആ ലാബ് AI-ക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഈ ലാബ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വർഷങ്ങൾ പിന്നീട് വീണ്ടും കടന്നുപോയി. അങ്ങനെ 1961 ആയി. 1961 ആയപ്പോഴാണ് ഫസ്റ്റ് ആയിട്ട് ഒരു ചാറ്റ് ബോട്ട് ഇൻവെന്റ് ചെയ്തു. ആ ചാറ്റ് ബോട്ടിന്റെ പേരാണ് എലിസ. ചാറ്റ് ബോട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകണമെങ്കിൽ നമ്മൾ സിറിയെയും അല്ലെങ്കിൽ അലക്സയൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. സിറി, അലക്സ അതുപോലെയുള്ള ഒരു ചാറ്റ് ബോട്ട് ഇൻവെന്റ് ചെയ്തു. അതിന്റെ പേരാണ് എലിസ എന്ന് അവർ അതിന് പേരിട്ടു. എലിസയാണ് നമ്മുടെ ഫസ്റ്റ് ചാറ്റ് ബോട്ട് എന്ന് പറയുന്നത്. അപ്പോ ഈ ചാറ്റ് ബോട്ട് എലിസ 1961-ൽ വന്നു. ഈ എലിസയുടെ വേറെ പ്രത്യേകത എന്താണെന്ന് അറിയുമോ? നമ്മൾ വളരെ ഫേമസ് ആയിട്ട് നമ്മൾ കേട്ടുള്ള കമ്പനിയാണ് IBM. IBM ആദ്യമായിട്ട് ഒരു AI കൊണ്ടുവന്നപ്പോൾ അവര് ഫോളോ ചെയ്തത് ഈ എലിസയുടെ അതേ ടെക്നിക്കാണ് അവർ ഫോളോ ചെയ്തത്. അതിന്റെ പേരാണ് ഡീപ് ബ്ലൂ.
ഡീപ് ബ്ലൂ എന്ന് പറയും. ഈ ഡീപ് ബ്ലൂന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഡീപ് ബ്ലൂ നിങ്ങൾ ചെസ് എന്ന് പറഞ്ഞാൽ വളരെയധികം ഇന്റലിജൻസ് വേണ്ട ഒരു ഗെയിമാണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പൊ ആ ഗെയിം കളിക്കുമ്പോൾ അതായത് ആ ഗെയിം കളിക്കുമ്പോൾ അവർക്ക് കൂടുതൽ പേരും പ്രാക്ടീസ് ചെയ്യുക. ഇപ്പൊ എല്ലാവരും ഓൺലൈനിലാണല്ലോ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് ആയിട്ട് ഒരാൾ കളിക്കണമല്ലോ. അങ്ങനെ നമ്മുടെ ചെസ്സിലെ വേൾഡ് ചാമ്പ്യൻ ആയിരുന്ന ഗ്യാരി കാസ്പ്രോവിനെ 1997 IBMന് ഡീപ് ബ്ലൂ തോൽപ്പിച്ചു. വേൾഡ് ചാമ്പ്യനെ തോൽപ്പിച്ചു. അതെന്ന് പറയുന്നത് AI-യുടെ ചരിത്രത്തിലെ ഒരു പൊൻതൂവൽ തന്നെയായിരുന്നു. അവരുടെ ഒരു ഗോൾഡൻ ഫെദർ തന്നെയായിരുന്നു ഏത് ഈ ഗ്യാരി കാസ്പ്രോവിനെ ഈ ഡീപ് ബ്ലൂ തോൽപ്പിച്ചത്. പിന്നീട് വീണ്ടും നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഫീൽഡ് വളർന്നുകൊണ്ടേയിരുന്നു. ഇങ്ങനെ ഓരോ ഇയർ ആയിട്ട് ഇങ്ങനെ വളർന്നുകൊണ്ടേയിരുന്നു. അതിൽ നമുക്ക് നോട്ടീസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഇയറുകളാണ് ഞാനിവിടെ പറയുന്നത്. അതിൽ കുറച്ച് ഇയറുകൾ മാത്രം നമ്മുടെ സ്ലൈഡുകളിൽ മെൻഷൻ ചെയ്യുന്നുള്ളൂ. ബാക്കി ഞാൻ നമ്മുടെ അറിവിലേക്കായിട്ട് ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ 2005 ആയപ്പം എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കാം ഡാർപ ഗ്രാൻഡ് ചലഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാർ റേസിംഗിന്റെ ടൂർണമെന്റ് ഒക്കെ നടക്കുന്നതിനെ പറ്റിയൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. അത് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോ ആ സമയത്ത് 2005 ഡാർപ ഗ്രാൻഡ് ചലഞ്ചില് ഒരു സംഭവം ഉണ്ടായി. നമ്മുടെ AI ബന്ധപ്പെട്ട ഒരു സംഭവം ഉണ്ടായി. അതെന്താണെന്ന് അറിയാവോ? സ്റ്റഫോർഡ് റേസിംഗ് ടീം ഒരു ഓട്ടോണമസ് റോബോട്ടിക് കാറുമായിട്ടാണ് അതിന് മത്സരിക്കാൻ ചെന്നത്. എല്ലാവരും നോർമൽ കാറുമായിട്ട് മത്സരിക്കാൻ ചെന്നപ്പോൾ സ്റ്റഫോർഡ് റേസിംഗ് ടീം ഓട്ടോണമസ് റോബോട്ടിക് കാറുമായിട്ട് മത്സരിക്കാൻ എത്തുകയും ആ 2000 ഡാർപ ഗ്രാൻഡ് ചലഞ്ചില് വിജയിക്കുകയും ചെയ്തു. അതും നമ്മുടെ AI-യുടെ ചരിത്രത്തിലെ വളരെ വലിയൊരു കാര്യമായിട്ട് മാറി. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു പ്രധാനപ്പെട്ട ഇയറുകളാണ് നമ്മൾ പറഞ്ഞതെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 1980 ആൻഡ് 1990, അതായത് 1980-ലും 1990-ലും AI-ക്ക് കുറെ ഡെവലപ്മെന്റുകൾ ഉണ്ടായി. അത് മെഷീൻ ലേണിംഗിൽ കുറെ ഡെവലപ്മെന്റുകൾ ഉണ്ടായി. ആ കുഞ്ഞു കുഞ്ഞു ഡെവലപ്മെന്റുകളുടെ ഫലമായിട്ടാണ് ഇപ്പൊ IBM-ലാണേലും അല്ലെങ്കിൽ നമ്മുടെ ചെസ് ചാമ്പ്യൻ ആയതും അല്ലെങ്കിൽ നമ്മുടെ കാർ ചാലഞ്ച് ജയിച്ചതും ഒക്കെ അതിന്റെ ഡെവലപ്മെന്റുകളുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ വന്നത്. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും ഇതിന്റെ ഇവല്യൂഷനെ പറയുവാണെങ്കിൽ നമ്മുടെ AI-യുടെ 2 മെയിൻ ഇവല്യൂഷൻസ് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ IBM 2011 ഒരു ക്വസ്റ്റ്യൻ ആൻസറിങ് ചാറ്റ് ബോട്ടിനെ അവർ ഡെവലപ്പ് ചെയ്തു അല്ലെങ്കിൽ ഇൻവെന്റ് ചെയ്തു. അതിന്റെ പേരാണ് വാട്സൺ. വാട്സൺ എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ആൻസറിങ് ചാറ്റ് ബോട്ടിനെ അവർ ഡെവലപ്പ് ചെയ്തു. ഈ ക്വസ്റ്റ്യൻ ആൻസറിങ് ചാറ്റ് ബോട്ട് ഉണ്ടല്ലോ, നമ്മുടെ ഡിബേറ്റ് സംഘടിപ്പിക്കുന്ന പോലെ ഇങ്ങനെ സംസാരിക്കുക, ക്വസ്റ്റ്യൻ ചോദിക്കുക, ആൻസർ. ഡിബേറ്റിൽ ഇങ്ങനെ പങ്കെടുക്കില്ല, നമ്മൾ TV ന്യൂസിലൊക്കെ. അതുപോലെ വളരെ 2 ഫേമസ് ആയ 2 ആൾക്കാരുണ്ട്, ബ്രാഡ് റെറ്ററും അനിക്കൻ ജെനിക്സ് എന്ന് പറഞ്ഞ അവരെയും ജിയോപാഡി ചാമ്പ്യൻസിൽ വെച്ച് ഇത് ഡിഫീറ്റ് ചെയ്ത് തോൽപ്പിച്ചു. ആ 2 വളരെ പ്രധാനപ്പെട്ട 2 ചാമ്പ്യന്മാരായിരുന്നു അവരെ അതില് തോൽപ്പിക്കുകയുണ്ടായി. ക്വസ്റ്റ്യൻ ആൻസറിങ് സെഷനിൽ തോൽപ്പിക്കുകയുണ്ടായി. ഇനിയും നമുക്ക് AI വർഷങ്ങളായിട്ട് ഇങ്ങനെ വളർന്നു വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതിന് കുറെ കാര്യങ്ങൾ, പക്ഷെ AI-ക്ക് വളരാൻ കുറച്ച് കാര്യങ്ങൾ വേണം. നമുക്കറിയാലോ, എന്തൊരു പുതിയൊരു ടെക്നോളജി വരികയാണെങ്കിൽ അതിന് ആ സറൗണ്ടിങ്സ്, അതിന് വളരാൻ സാധ്യതയുള്ള അതിന് കുറെ സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ ടെക്നിക്കലായിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരും. അതിന് AI-ക്ക് പ്രധാനമായിട്ടും വേണ്ട കുറെ ടെക്നിക്കൽ കാര്യങ്ങളുണ്ട്. അത് ഞാൻ പറയാം. ഫസ്റ്റ്, നോളജ് ബേസ്, എക്സ്പെർട്ട് സിസ്റ്റം, ഡീപ് ലേണിംഗ്, കമ്പ്യൂട്ടർ വിഷൻ, മെഷീൻ ലേണിംഗ്, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്, ഇമേജ് പ്രോസസ്സിംഗ്. ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ അവൈലബിലിറ്റി കൂടി വന്നതുകൊണ്ട് ആണ് AI-ക്ക് കൂടുതൽ വളരാൻ ഇപ്പൊ സാധിക്കുക. അതായത് നമ്മൾ വിചാരിക്കും AI ഇത്രയും വർഷങ്ങളോട് ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് AI മുന്നോട്ട് വളർന്നു വരാനത്? ഇപ്പൊ ഈ കുറെ അടുത്ത കാലഘട്ടങ്ങളായിട്ടാണല്ലോ AI-യെ കുറിച്ച് നമ്മൾ കൂടുതൽ കേൾക്കുന്നത് നമുക്ക് തോന്നും. പക്ഷെ ഞാൻ ഈ പറഞ്ഞ ഈ ടെക്നിക്കൽ ആയിട്ടുള്ള ഇങ്ങനത്തെ കാര്യങ്ങളിലുള്ള വളർച്ച ഉണ്ടെങ്കിൽ മാത്രമേ AI-ക്ക് വളരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ആ കഴിഞ്ഞ കാലഘട്ടത്തെക്കാൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിലാണല്ലോ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ നമുക്കൊരു വളർച്ച ഉണ്ടായത്. അപ്പൊ അതുകൊണ്ടാണ് AI-ക്ക് ഇപ്പൊ ഈ കാലഘട്ടത്തിൽ കുറച്ചുകൂടെ മുന്നോട്ട് വരാൻ സാധിച്ചത്. ഇനി നമുക്ക് AI-യെ പറ്റി കൂടുതൽ പറയുവാണെങ്കിൽ ഇപ്പൊ AI-ക്ക് വീണ്ടും കുറെ ഈ കാലഘട്ടത്തിൽ കുറെ അഡ്വാൻറ്റേജസ് ഉണ്ട് AI-ക്ക്. ഫസ്റ്റ് വേണം മോർ കമ്പ്യൂട്ടേഷണൽ പവർ. മോർ കമ്പ്യൂട്ടേഷണൽ പവർ എന്ന് പറഞ്ഞാല് കുറെ ഇപ്പൊ നമുക്ക് ഡീപ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ AI-യുടെ ഒരു സബ്സെറ്റ് ഉണ്ട്. അത് വെച്ച് നമ്മൾ കുറച്ചുകൂടെ ആഴത്തിൽ കാര്യങ്ങൾ പഠിക്കുകയും കുറച്ചുകൂടി ഈസി ആയിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യാനും AI-ക്ക് സാധിക്കും.
ഈ ഡീപ്പ് ലേണിംഗ് ഉള്ളത് കൊണ്ട് കുറെ കൂടി ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ എഐക്ക് സാധിക്കും. അതായത് നമ്മുടെ ഡെയിലി റൂട്ടീനിൽ, അതായത് നമ്മുടെ ഫോൺ, നമ്മൾ ഉപയോഗിക്കുന്ന ഫോണിൽ നമ്മൾ എന്ത് വന്നാലും ആൾക്കാർ പെട്ടെന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കും. ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ടൈപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം പെട്ടെന്ന് വരും, നമ്മൾ ടച്ച് ചെയ്യുന്ന ആ കാര്യം സെർച്ച് ചെയ്യുക, അങ്ങനെ വരുമല്ലോ. ആ ടച്ച് ചെയ്യുമ്പോൾ അങ്ങനെ വരുന്നുണ്ട്. അത് നമ്മുടെ എഐയുടെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ആ എഐ ആണ് അവിടെ പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ ഗൂഗിളിനോട് നമ്മൾ സംസാരിക്കുമ്പോൾ ഗൂഗിൾ നമുക്ക് റിപ്ലൈ തരുന്നത്, അത് എഐ ആണ് അവിടെ പ്രവർത്തിക്കുന്നത്. പക്ഷെ അത് പലരും നമ്മൾ അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും എഐ ആണ് നമ്മൾ ഡെയിലി ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നത്. അത് ഉപയോഗിക്കാത്ത ആൾക്കാർ ഇപ്പോൾ വളരെ കുറവാണ്. പിന്നെ മോർ ഡേറ്റ, കൂടുതൽ ഡേറ്റയുടെ ഒരു അവൈലബിലിറ്റി ഉണ്ടായി. അതായത് ഇപ്പൊ പലതരത്തില് ഡേറ്റ കളക്ട് ചെയ്യാൻ ഒരു മാർഗം എഐക്ക് കിട്ടി. പണ്ട് സോഷ്യൽ മീഡിയ ഒന്നും ഇത്രയും വളർന്നിട്ടില്ലായിരുന്നു. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും ഒരു ഫീൽഡിൽ അക്കൗണ്ട് ഇല്ലാത്ത ആൾക്കാരില്ലല്ലോ. സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്ത ഒരാട്ട് ആരുമില്ല. ഏതെങ്കിലും ഒരു പേജിൽ അക്കൗണ്ട് ഇല്ലാത്ത ആൾക്കാരില്ല. അല്ലെങ്കിൽ IoT ഡിവൈസസ്, അങ്ങനെ ഈ IoT ഡിവൈസസ് ഹെൽപ്പ് ചെയ്യുന്നതും അതിനെ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ച് കുറെ കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇതിനെ നമുക്കൊരു ബിസിനസ് മൈൻഡ് ആയിട്ട് അതായത് നമുക്ക് കിട്ടിയ നമ്മളൊരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ഒരു ബിസിനസ് മൈൻഡ് ആയിട്ട് ഒരു ബിസിനസിനെ ഡെവലപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഇനി ബെറ്റർ അൽഗോരിതം, അതായത് പണ്ട് കാലങ്ങളുള്ളതിനേക്കാൾ ഇപ്പോഴാണ് ബെറ്റർ ആയിട്ട്, അതായത് ആക്യുറേറ്റ് ആയിട്ടുള്ള അൽഗോരിതം ഡിമാൻഡ് ചെയ്യാനും എഐക്ക് പറ്റും. അങ്ങനെ വരുമ്പോൾ എയുടെ വർക്കിംഗ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ എഐയെ ഒരു ബെറ്റർ അൽഗോരിതം വരുന്നതോടെ യൂണിവേഴ്സിറ്റീസില്, ഗവൺമെന്റ് സ്റ്റാർട്ടപ്പുകളില്, പിന്നെ വേറെ കമ്പനികളിൽ ഒക്കെ നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഈ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എഐക്ക് കുറെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. AI has transformed various sectors through innovative applications. From enhancing communication, interpreting visuals, AI continues to evolve. AI has transformed various sectors through innovative applications. From enhancing communicating to interpreting visuals, AI continues to evolve. അതായത് AI നമ്മൾ മോഡേൺ ആയിട്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കമ്മ്യൂണിക്കേഷനാണ്. കമ്മ്യൂണിക്കേഷൻസിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകളിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി നമ്മള് ഇപ്പം എഐയുടെ ഇതുവരെയുള്ള കാര്യം, ഈ എഐ എങ്ങനെയാ വളർന്നു വന്നത്, അതിന്റെ ഒരു ചരിത്രം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എഐക്ക് ഇതുവരെ വളർച്ചയിൽ പണ്ട് കാലങ്ങളിൽ വേഗത കുറഞ്ഞതും ഇപ്പൊ വേഗത കൂടിയതും എന്താണെന്ന് നമ്മൾ പറഞ്ഞു. എഐക്ക് ഇപ്പം വളരാൻ അതിന്റെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ നമ്മൾ പറഞ്ഞു, അതെങ്ങനെയാ നമ്മൾ ഉപയോഗിക്കുന്നത് പറഞ്ഞു. അല്ല, ഒരു ബേസിക് ലെവലാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. നമ്മൾ ഇതിന്റെ മുന്നോട്ട് നമ്മളിതിന്റെ ബാക്കി കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നത്. നമ്മൾ ആ ബേസിക് ലെവൽ എഐ എന്താണ്, അങ്ങനെ ഒരു രീതിയിലാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. ഇപ്പൊ നമ്മൾ അങ്ങനെ ഇപ്പൊ എഐ നമ്മൾ ഇത്രയും വളർത്തിക്കൊണ്ട് വന്നു. ഈ എഐക്ക് അതിന്റെ ഭാവി എന്താണെന്ന് നമുക്കൊന്ന് അറിയണ്ടേ. എഐ നമ്മളിങ്ങനെ വന്ന് ഇനി നമ്മൾ മുന്നോട്ട് എഐ എങ്ങനെ എത്തുന്നേ എന്ന് നമുക്കൊന്ന് അറിയണ്ടേ. അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ നമുക്ക് ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്യാനുണ്ട്. അവര് ഇങ്ങനെ ഓരോ പുതിയ ഫീൽഡിൽ വരുമ്പോൾ നമ്മൾ എന്തായാലും പുതിയ കാര്യം ചെയ്യുമ്പോൾ കുറെ ചലഞ്ചസ് അവർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ഉത്തരവാദിത്തങ്ങൾ കൂടും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ച് ഇപ്പം സെക്യൂരിറ്റി ഗാർഡിനെ വെക്കുന്നവരുണ്ട്, കമ്പനിയുടെ സെക്യൂരിറ്റി ഗാർഡിനെ വെക്കുക, അല്ലെങ്കിൽ അവരുടെ ജോലികൾ ഏൽപ്പിക്കുന്നത്. അപ്പൊ അവർക്ക് അതിന്റെ ഉത്തരവാദിത്തങ്ങൾ കൂടി വരും. എഐ തന്നെ പല ടൈപ്പ് എഐ ഉണ്ട്. അതായത് ഒരു ഫുൾ ടാസ്ക്, അതായത് ഒരു കമ്പനിയുടെ ഫുൾ ടാസ്ക് ചെയ്യുന്ന എഐ മെഷീൻസും ഉണ്ട്, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു ജോലി മാത്രം പറഞ്ഞ എഐ മെഷീൻസ് ഉണ്ട്. അങ്ങനെ നമുക്ക് പല രീതിയിൽ എഐ മെഷീൻസിനെ ഡെവലപ്പ് ചെയ്തെടുക്കാനും നമ്മുടെ മുന്നോട്ടുള്ള, അതായത് ഭാവിയിൽ നമുക്ക് ഉപയോഗിക്കാനും കഴിയുന്നു. ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ കുറച്ച് അഡ്വാൻസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഈ എഐക്ക് കുറെ പ്രത്യേകതകൾ വേറെയുണ്ട്. എഐയുടെ തിയറിറ്റിക്കൽ കൺസെപ്റ്റിനെ നമുക്ക് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിൽ കൊണ്ടുവരാൻ കുറെ സാധ്യതകൾ ഇനി നമ്മുടെ മുന്നിൽ തെളിയുന്നുണ്ട്. അതിന് കുറെ ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ ഫീൽഡിൽ നമുക്ക് കുറെ ഇതായിട്ട് വളർന്നു വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മൾ ടെക്നിക്കൽ ലെവലിൽ നമുക്ക് കുറെ നമുക്ക് മനസ്സിലാകുന്നതാണ്. എഐ മുന്നോട്ട് വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോസിലൊക്കെ എഐയുടെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. അപ്പൊ എല്ലാവർക്കും താങ്ക്സ്.